ഹലോ, ഹായ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പട്ട് പാവാട എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ്. നമുക്ക് പട്ട് പാവാട ബോഡി മെഷർമെൻ്റാണ്. അത് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് 22.5 ഇഞ്ച് അരവണ്ണവും 38 ഇഞ്ച് ഇറക്കമാണ് വരുന്നത്. അരവണ്ണം 22.5 ആകുമ്പോൾ അതിൽ കൂടെ 2 ഇഞ്ച് ലൂസ് നമ്മൾ ചേർക്കണം. അല്ലെങ്കിൽ പാവാടക്ക് ഭയങ്കര ടൈറ്റായിരിക്കും. അരവണ്ണത്തിൻ്റെക്കാളും 2 ഇഞ്ച് ലൂസ് നമ്മൾ ചേർത്തിരിക്കണം. അതുപോലെ തന്നെ ഇറക്കത്തിന്ന് 2 ഇഞ്ച് പട്ട മുകളിൽ വരുന്നതുകൊണ്ട് ഈ പട്ടയുടെ 2 ഇഞ്ച് കുറയ്ക്കാൻ വേണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി അവിടെ ഇടുകയും വേണം. അങ്ങനെ 38 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 36 ഇഞ്ച്, അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി 36.5 ഇഞ്ചിലാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യണത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ 3 ഇരട്ടി 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ 3 ഇരട്ടി തുണി വേണം നമുക്ക് പാവാട തയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ പാവാടക്ക് വിരിവ് കുറവായിരിക്കുള്ളൂ, വിരിവുണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. ശരിക്കും 36.5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഒരു സാരി കൊണ്ടാണ് ഈ പാവാട തയ്ക്കണത്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സാരി കൊണ്ടാണ് നമ്മൾ ഈ പാവാട തയ്ക്കണത്. അങ്ങനെ ഒരു തുണി എടുത്ത് ഞാൻ അയൺ ചെയ്ത് അതിൽ നിന്ന് സാരിയിൽ നിന്ന് ഇത്രയും തുണി മുറിച്ചെടുത്ത് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണതാണ് ഈ കാണുന്നത്. 1 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുക്കും സൈഡിൽ. അതെന്താണെന്ന് വെച്ചാൽ അത് മടക്കി അടിക്കാനും സൈഡിലൊരു ഓപ്പൺ വേണമല്ലോ, അതിനൊക്കെ ആയിട്ടാണ് ഈ 1 ഇഞ്ച്. അങ്ങനെ ഇട്ടിട്ട് ഒരു തുണി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾ 1 ഇഞ്ച് വീതിയുള്ള ഈ ഫ്ലീറ്റ്സായിട്ട് പിടിക്കും. ഫ്ലീറ്റ്സ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് അകത്തേക്ക് കടത്തിയിട്ടിട്ട് വേണം ഫ്ലീറ്റ്സ് പിടിക്കാനായിട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ 4 പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഓരോ പോയിൻറ്റും എത്തുമ്പോൾ നമ്മുടെ അരവട്ടം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ അവസാനം വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ അരവട്ടം കൂടുതലാവും, കുറവാവും. അങ്ങനെ ആകുമ്പം പ്രശ്നമാവില്ല, രണ്ടാമത് അഴിക്കേണ്ടിയൊക്കെ വരും. അപ്പം ഇങ്ങനെ ഓരോ പോയിൻ്റ് ഇട്ടാണെങ്കിൽ അതിനകത്ത് ഈ 1 ഇഞ്ച് കൂടുതൽ ഇട്ടേക്കണ സ്ഥലം അതങ്ങനെ കിടന്നോട്ടെ. അത് നമുക്ക് മടക്കി അടിക്കാനും ഇതൊക്കെ മടക്കി അടിക്കുകയല്ല, സൈഡൊന്ന് ചുരുട്ടിയല്ല, ചെറുതാക്കി മടക്കി അടിക്കൂലേ ഓപ്പൺ വെച്ചിട്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്നും ചെയ്യണ്ട, അതവിടെ കിടന്നോട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള തുണിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ മിഷ്യത്തിൽ വെച്ചിട്ട് നമ്മൾ 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് എടുത്ത് അകത്തേക്ക് കടത്തി വെച്ച് അടിച്ച് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തു വരികയാണ് ചെയ്യണത്. ഓരോ പ്ലീറ്റ്സും ഇങ്ങനെ കടത്തി വെച്ചിട്ട് പിന്നെ 1 ഇഞ്ച് എടുത്ത് ആ പ്ലീറ്റ്സ് കടത്തി വെച്ച് ഇങ്ങനെ അടിച്ചു പോകുക. ഒറ്റയ്ക്ക് ഞാൻ വീഡിയോ എടുക്കലും അടിക്കലും എല്ലാം കൂടെ ഇപ്പം ആകെ കൺഫ്യൂഷൻ. ഓരോ ഇഞ്ച് അളന്ന് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഫ്ലീറ്റ്സൊക്കെ പല വലിപ്പമാകും. നമുക്ക് ഓരോ ഇഞ്ച് തന്നെ കിട്ടണമെങ്കിൽ ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. വീണ്ടും ഓരോ ഇഞ്ച് നോക്കിയിട്ട് പ്ലീറ്റ്സ് പിടിച്ച് ഉള്ളിലേക്ക് കടത്തി വെച്ച് അടിച്ചു വരിക. ഒരുപാട് അങ്ങോട്ട് കടത്തിയൊക്കെ അല്ല, എന്നാലും കുറച്ച്. അല്ലെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് മുഴുവനും അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പതുക്കെ അയൺ ചെയ്യും. നന്നായിട്ട് അയൺ ചെയ്യണില്ല, അത് അവസാനം നന്നായിട്ട് ചെയ്യുള്ളൂ. അയൺ ചെയ്തിട്ട് എടുക്കുക. അയൺ ചെയ്ത് സെറ്റാക്കിയിട്ട് അതിൻ്റെ അരവട്ടം നമ്മൾ 24.5 ഇഞ്ചല്ലേ പറഞ്ഞത്, ആ അരവട്ടത്തിൻ്റെ അത്രയും നീളത്തിൽ അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് നീളം കൂടുതലെടുത്ത് ഒരു തുണിയിൽ
രണ്ടിഞ്ച് വേണ്ട, ഒരു പൊടി കുറവ് എന്നാലും കുഴപ്പമില്ല. ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഈ ബാൻഡ്, അതായത് അരപ്പട്ട സെറ്റ് ചെയ്യണത്. ക്യാൻവാസ് വെച്ച് മറിച്ച് അതിനകത്ത് അടിച്ച് ഇതാക്കി. എന്നിട്ട് 2 ഹുക്സും കൂടെ വെച്ച് കഴിഞ്ഞാൽ പാവാടയുടെ പണി കഴിഞ്ഞ്. നമുക്ക് പിന്നെ ഇനി ഒന്നും കൂടെ അയൺ ചെയ്ത് സെറ്റാവും. ഇത്രയേ ഉള്ളൂ ഒരു പാവാട തയ്ക്കാനായിട്ട്. എല്ലാവരും നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു പാവാട സ്വന്തം തയ്ച്ച്